കാലാവസ്ഥാ വ്യതിയാനം പലതരത്തിലുള്ള മഴക്കാല രോഗങ്ങൾക്ക് കാരണമാകുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ അല്ലേ, ഇപ്പോൾ ഇത്ര നാളും ഭയങ്കര വെയിലായിരുന്നു, പെട്ടെന്ന് തന്നെ ഒരു മഴക്കാലം പോലെ തന്നെ ആയി അല്ലേ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം, പെട്ടെന്നുള്ള ഈ ഒരു താപനിലയിലുള്ള ഒരു വ്യതിയാനം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ മഴക്കാലത്ത് നമുക്ക് കോമൺ ആയിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ നോക്കുന്ന ഒരു വലിയ വാസ്റ്റായൊരു ടോപ്പിക്കാണത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു അസുഖത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, നമുക്കറിയാം ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതലുണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് കൊതുക് പരത്തുന്ന അസുഖങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ മലിനമാക്കപ്പെട്ട വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതലുണ്ടാകുന്ന അസുഖം ഏതാണ്? അതായത് നമുക്കറിയാം മഴക്കാലത്തൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ക്ലിനിക്കുകളിലൊക്കെ കാണുന്ന അസുഖം എന്ന് പറഞ്ഞാൽ വൈറൽ പനിയാണ്. വൈറൽ പനി എങ്ങനെയുണ്ടാവുക? അതായത് വായുവിലൂടെ പകരുന്ന കോമൺ ആയിട്ട് ഉണ്ടാകുന്ന രണ്ട് അസുഖമാണ്. ഒന്ന് നമുക്കറിയാം വൈറൽ പനി, അതുപോലെ തന്നെ നമുക്കറിയാം കോവിഡ് അല്ലേ. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര പ്രയാസമായിരുന്നു അല്ലേ. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന മഴക്കാലത്തെ അസുഖം എന്ന് പറഞ്ഞാൽ വൈറൽ പനിയാണ്. വൈറൽ പനി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം സാധാരണ ഒരു ജലദോഷ പനി പോലെ തന്നെയാണ് തുടങ്ങുക. അതായത് കടുത്ത പനിയുണ്ടാവും, ക്ഷീണമുണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് തലവേദന, ശരീരവേദന, തൊണ്ടവേദന, ജലദോഷം, വിശപ്പില്ലായ്മ, ഈ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് വൈറൽ പനിക്ക് കൂടുതലായിട്ടുണ്ടാവുക. വൈറൽ പനി എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുക, അതിൻ്റെ മെഡിസിനും കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ലോണം പോഷക മൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, റെസ്റ്റ് എടുക്കുക. ഇനി നമുക്ക് മലിനമായ വെള്ളത്തിലൂടെ അതുപോലെ ആഹാരത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഈ മഴക്കാലത്ത് ഭയങ്കര കോമൺ ആണ് മലിനമാക്കപ്പെട്ട വെള്ളം, അതുപോലെ തന്നെ ആഹാരത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ. നമുക്കറിയാം മഞ്ഞപ്പിത്തം ഇപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം ഏരിയയിൽ, അതേപോലെ പല ഭാഗങ്ങളിലും മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു സീസണായിരുന്നു ഈ ഒരു കഴിഞ്ഞ മാസം, അതേപോലെ ഈ ഒരു സമയത്തും അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന അസുഖം എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ പറയുമ്പോൾ കോളറ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ. കോളറ, ടൈഫോയിഡ്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ, ഇ, ഹെപ്പറ്റൈറ്റിസ് വിഭാഗത്തിൽപ്പെട്ട 2 അസുഖം, ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയുമാണ് നമുക്ക് ഈ മലിനമാക്കപ്പെട്ട വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗമെന്ന് പറയുന്നത്. അതിൽ കോളറ നമുക്കറിയാം വയറിളക്കമായിട്ടാണ് വരിക അല്ലേ. അതായത് വിബ്രിയോ കോളറ എന്ന് പറയുന്നൊരു ബാക്ടീരിയയാണ് കോളറ ഉണ്ടാക്കുന്നത്. ജലത്തിലൂടെ പകരുന്ന അസുഖമാണ്. മലിനമാക്കപ്പെട്ട വെള്ളം, ഈ വിബ്രിയോ കോളറയുള്ള വെള്ളമൊക്കെ നമ്മൾ കുടിക്കുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അത് നമുക്ക് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഛർദിയും ഉണ്ടാകും, അതുപോലെ വയറിളക്കവും ഉണ്ടാകും. അമിതമായിട്ട് വയറിളക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ഞിവെള്ളം പോലൊക്കെ നമ്മുടെ വയറ്റിൽ നിന്ന് പോകും. അതിൻ്റെ ഒരുപാട് പ്രാവശ്യം, 10-15 പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ പോകും. അതുകൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മളങ്ങനെ എന്തെങ്കിലും വയറിളക്ക രോഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ തിളപ്പിച്ചാറിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം വരാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് സോഡിയം, പൊട്ടാസ്യം ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അതേപോലെ ORS ലായനി കലക്കി കുടിക്കുക, കഞ്ഞിവെള്ളം, തിളപ്പിച്ചാറിയ കഞ്ഞിവെള്ളം കുടിക്കുക. ഈ രീതിയിലുള്ള ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മലിനമാക്കപ്പെട്ട വെള്ളത്തിലൂടെയും ഫുഡിലൂടെയും വരുന്ന അസുഖമാണ് നമ്മൾ ടൈഫോയിഡ് എന്ന് പറയുന്നത് അല്ലേ. ടൈഫോയിഡ് പനി നമുക്കറിയാം. പനി വിട്ടുമാറാതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ടൈഫോയിഡാണെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ടൈഫോയിഡ് ഉണ്ടാക്കുന്നതും ഒരു സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ടൈഫോയിഡ് പനിക്കൊക്കെ എന്താ പറഞ്ഞാൽ പനി ഇങ്ങനെ കൂടി വരും. അതൊരു 4 ആഴ്ചയൊക്കെ ചിലപ്പോൾ പനി നിൽക്കും. ആദ്യത്തെ ആഴ്ച ചെറിയ രീതിയിലുള്ള പനിയായിരിക്കും, പിന്നെ ഇങ്ങനെ കൂടി ഭയങ്കര ശക്തമായ പനിയായിരിക്കും ഒരു 3 ആഴ്ച 4 ആഴ്ചയൊക്കെ ആകുമ്പോൾ. അതിൻ്റെ കൂടെ ചിലർക്ക് വയറിളക്കം ഉണ്ടാവും, ചിലർക്ക് അത് കോൺസ്റ്റിപ്പേഷനായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ രീതിയിലുള്ള അസുഖം വരാതിരിക്കാനും നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെ, അതായത് മലിനമാക്കപ്പെട്ട ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന വേറൊരു അസുഖമാണ് നമുക്കിപ്പോൾ കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന ഹെപ്പറ്റൈറ്റിസ്, അതായത് മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ് ഈ രീതി വഴി പകരുന്നത്. നമുക്കറിയാം കരളിനെ ബാധിക്കുന്ന ഒരു
അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ശരീരവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവും, മോക്കാന ഉണ്ടാവും, മേലുവേദന ഉണ്ടാവും, ഇപ്പോൾ കടുത്ത പനി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ പറയുക, വിശപ്പില്ലായ്മ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് മഞ്ഞപ്പിത്തത്തിന് കാണിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മഴക്കാലത്ത് ഉണ്ടാകുന്നത്. നമുക്കറിയാം മഴക്കാലത്ത് ഇപ്പോൾ പല സ്ഥലത്തും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ചുറ്റുവട്ടത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊതുകുകൾ പരക്കുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുന്നത്. കൊതുക് ജന്യ രോഗങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് ഡെങ്കിപ്പനിയാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. നമുക്ക് ഡെങ്കിയുടെ സീസൺ വരാൻ പോകുന്നേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനിയുടെ കേസസ് ഒരുപാട് നമുക്ക് റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ, നമുക്കറിയാം കുറച്ച് മുന്നേയൊക്കെ നമുക്ക് ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കൊതുക് വരുത്തുന്ന അസുഖമാണ് ഒന്ന് ഡെങ്കിപ്പനി, രണ്ടാമത് ചിക്കൻ ഗുനിയ, മൂന്നാമത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം. അതത്ര കോമൺ അല്ല, എന്നാലും ആലപ്പുഴ അതുപോലെ തിരുവനന്തപുരത്തൊക്കെ കേസസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കൊതുകുജന്യ രോഗം എന്ന് പറയുന്നത് ഡെങ്കിപ്പനി തന്നെയാണ്. ഡെങ്കിപ്പനിക്ക് നമ്മൾ ബ്രേക്ക് ബോൺ ഫീവർ എന്നുകൂടി പറയും. അത് ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് പരത്തുന്നത്. പിന്നെ അതുണ്ടാക്കുന്ന രോഗാണു എന്ന് പറയുന്നത് ആർബോ വൈറസ് ആണ് അതുണ്ടാക്കുന്നത്, ഡെങ്കു വൈറസ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 6 to 10 days ആണ്. അതായത് ആ കൊതുക് കടിച്ച് നമുക്ക് 6 ദിവസം മുതൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അത് നമുക്കറിയാം ശക്തമായ പനി ഉണ്ടാക്കും. ഇതിന് എന്താ പറയുക, ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയും. എല്ല് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള നമ്മുടെ ശരീരത്തിലെ മൊത്തം മസിൽസ് അല്ല വേദന ഉണ്ടാവുക, എല്ലുകളായിരിക്കും കൂടുതലായിട്ട് വേദന ഉണ്ടാവുക. അതുപോലെ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ നിന്നുള്ള വേദന, അതുപോലെ തന്നെ ക്ഷീണം, തലവേദന, തൊണ്ടവേദന, ഈ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഡെങ്കിപ്പനിക്ക് കാണിക്കുന്നത്. ഡെങ്കിപ്പനി ഒന്നുമില്ല, നമ്മൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി നമുക്ക് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നതാണ്. റെസ്റ്റ് എടുക്കുക, ഡെങ്കിപ്പനിക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നല്ല പോഷക മൂല്യമുള്ള ഭക്ഷണം കഴിക്കുക. ഈ രീതിയിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ മാറുന്നതാണ്. എന്നാലും നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്ലീഡിംഗ് ഒക്കെ ഇൻറ്റേർണൽ ഓർഗൻസിന് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡെങ്കു ഹെമറേജിക് ഫീവർ എന്ന് പറയുന്ന ഡെങ്കുവിൻ്റെ കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോവാം. മരണം വരെ അപൂർവം കേസുകളിൽ ഉണ്ടാവാം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് നമുക്കറിയാം കൊതുക് പരത്തുന്ന അസുഖമാണ്. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പലർക്കും ഇപ്പോഴും പണ്ട് 4 വർഷം 5 വർഷം മുന്നേ വന്ന ചിക്കൻ ഗുനിയയ്ക്ക് ശേഷമുള്ള കാലവേദന, അതായത് പോസ്റ്റ് വൈറൽ ആർത്രൈറ്റിസ് എന്ന് പറയും. പോസ്റ്റ് വൈറൽ ആർത്രൈറ്റിസ്, ആർത്രാൾജിയ എന്നൊക്കെ നമ്മൾ പറയുന്ന അന്ന് പലരും പറയാറുണ്ട്. ഇപ്പോഴും പണ്ട് ചിക്കൻ ഗുനിയ വന്നു അതിന് ശേഷമുള്ള വേദനയാണ് ഡോക്ടറെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതാണ് ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത്. അതും കൊതുക് വഴി പകരുന്ന അസുഖമാണ്. അപ്പോൾ ഈ കൊതുക് ജന്യ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊതുക് പെരുകുന്ന ആ ഒരു അവസ്ഥ നമ്മൾ സൃഷ്ടിക്കാതിരിക്കുക. നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാകുന്ന ചിരട്ട, അതിലൊക്കെ മഴ നിന്ന് വെള്ളം നിറഞ്ഞ് കൊതുക് പകരാം. അതുപോലെ ചകിരി, അങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന ചെറിയ ചെറിയ വെള്ള സ്രോതസ്സുകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. കൊതുക് പെരുകുന്നത് നമ്മൾ തടയുക. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ജലജന്യ രോഗങ്ങൾ, അതായത് മലിനമാക്കപ്പെട്ട വെള്ളം, അതേപോലെ ആഹാരത്തിലൂടെ നമുക്ക് അസുഖങ്ങൾ നമ്മൾ പറഞ്ഞു, കോളറ, ടൈഫോയിഡ്, ഈ രീതിയിലുള്ള ഹെപ്പറ്റൈറ്റിസ്, ഈ രീതിയിലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നമ്മൾ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ മൂടി വയ്ക്കുക കൃത്യമായിട്ട്. അതായത് ഈച്ചകളൊക്കെ വന്നിരുന്നിട്ട് ഈ രീതിയിലുള്ള അസുഖങ്ങൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അതുപോലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും നമ്മൾ ഒരു 20 സെക്കൻഡ്, നമ്മൾക്കറിയാം കൊറോണ സമയത്തൊക്കെ നമ്മൾ ഹാൻഡ് വാഷിങ്ങിൻ്റെ ആ ഒരു പ്രൊസീജിയർ പഠിച്ചിരുന്നു. ഈ ചെറിയ കുട്ടികൾക്ക് വരാതെ അറിയാം. 20 സെക്കൻഡ് എടുത്ത് നല്ല രീതിയിൽ വൃത്തിയായി സോപ്പിട്ട് കൈ കഴുകിയതിന് ശേഷം മാത്രം ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അതുപോലെ തന്നെ കൊതുകുജന്യ രോഗങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അതേപോലെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. അപ്പോൾ ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കൊതുക് വരുന്ന സ്രോതസ്സുകൾ, അതായത് വെള്ളം കെട്ടി നിൽക്കുന്നത് നമ്മൾ തടയുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ ചെടിച്ചട്ടിയുടെ താഴെ, അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ബാക്കിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ടെറസിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക. ചിരട്ട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കമിഴ്ത്തിയിടുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ ഇതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാകും, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ കൊതുകടി ഏൽക്കാൻ ശ്രദ്ധിക്കുകയാണ് അടുത്തായി ചെയ്യേണ്ടത്. അത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ പരമാവധി വൈകുന്നേരങ്ങളിലൊക്കെ പോകുമ്പോൾ ഫുൾ സ്ലീവ്
ഉള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പരമാവധി ശരീരം കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ കൊതുകൊക്കെ ഭയങ്കര കൂടുതലുള്ളതാണെങ്കിൽ മൊസ്കിറ്റോ റിപ്പലൻസ് ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ കൊതുക് വലയ്ക്കുള്ളിലൊക്കെ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ജനൽ അതുപോലെ വാതിലൊക്കെ നെറ്റടിച്ച് പരമാവധി കൊതുക് നമ്മുടെ വീടിനകത്തേക്ക് കടക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മഴക്കാലത്ത് നമുക്ക് ഒരു അസുഖമില്ലാതെ നമുക്ക് സന്തോഷമായിട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് അത് ഷെയർ ചെയ്യുക. താങ്ക് യു.